പുതിയ സീസണിൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് സ്ട്രഗിൾ ചെയ്യുകയാണ്. സ്പാനിഷ് കോച്ചായ ഡേവിഡ് കാറ്റാലയുടെ കീഴിൽ ടീം ഇതുവരെ ഒരു വിജയം പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ടീമിന്റെ പരാജയങ്ങളിൽ ഫാൻസിന്റെ പരാതി പരിശീലകന്റെ ടാറ്റിക്സും പ്ലെയർ സെലക്ഷനുമാണ്. ഇപ്പോഴും തന്റെ ബെസ്റ്റ് 11 കണ്ടെത്താൻ പോലും കോച്ചിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട്. എന്നാൽ കോച്ചിനെ പൂർണ്ണമായും കുറ്റം പറയാനും കഴിയില്ല. സൂപ്പർ കപ്പിൽ കളിച്ച സെറ്റായ സ്ക്വാഡിനെ പൊളിച്ചെഴുതിയാണ് നമ്മൾ ISL കളിക്കുന്നത്. പുതിയ താരങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനുള്ള സമയമൊന്നും കോച്ചിന് ലഭിച്ചിട്ടില്ല. ഇതിനിടയിൽ ക്ലബ് ചെയർമാൻ മറ്റൊരു വെളിപ്പെടുത്തൽ നടത്തി രംഗത്ത് വന്നിട്ടുണ്ട്. ഡേവിഡ് കാറ്റാലയെ കോച്ചായി നിയമിക്കുന്നതിന് മുമ്പ് മുൻ മുംബൈ സിറ്റി FC പരിശീലകനായ ഡസ് ബക്കിംഗ്ഹാമിനെ സമീപിച്ചിരുന്നു എന്നാണ് പുള്ളി വെളിപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ ഡസ് ഓക്സ്ഫോർഡ് യുണൈറ്റഡ് FCയിൽ ചേർന്നതോടെ അദ്ദേഹത്തിന്റെ മാർക്കറ്റ് വാല്യൂ വളരെയധികം ഉയരുകയും അദ്ദേഹത്തെ അഫോർഡ് ചെയ്യാൻ മില്യൺസ് ചെലവാക്കേണ്ടി വരുമെന്ന് വന്നതിനാൽ ലീഗിന്റെ സാമ്പത്തിക ഘടനയിൽ അത് സാധ്യമല്ലാത്തതുകൊണ്ട് ആ നീക്കത്തിൽ നിന്ന് പിന്മാറിയതായും ചെയർമാൻ അറിയിച്ചിട്ടുണ്ട്. കാറ്റാലയ്ക്ക് പകരം ISL പരിചയസമ്പന്നരായ ഡസ് വന്നിരുന്നുവെങ്കിൽ നമ്മുടെ നിലവിലെ അവസ്ഥയ്ക്ക് വ്യത്യാസം ഉണ്ടാകുമായിരുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക.